Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംബിയേഴ്സ് ലോൻ്റെ അപ്ലിക്കേഷൻസ് ആയിരുന്നു. ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡിൽ ആംബിയേഴ്സ് ലോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. നമ്മളൊരു പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് എച്ച് എന്ന് പറയുന്ന ഒരു ഓക്സിലറി ഫീൽഡിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്തു. ആ ഓക്സിലറി ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. H എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യാം. H is vector B by mu naught minus vector M, where M is the magnetization, and Ampere's law can be written as line integral H dot dl is equal to IF enclosed. The total free current is IF enclosed, and its differential form can be represented as del cross H is equal to vector JF. So ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. del cross P is equal to mu naught vector J എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ J എന്ന് പറഞ്ഞാൽ വോളിയം കറണ്ട് ഡെൻസിറ്റിയാണ്. നമുക്ക് ആ മ്യൂ നോട്ടിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ del cross B by mu naught ഈസ് J എന്ന് എഴുതാം. സോ ഒരു സംശയം തോന്നും, B എന്ന് പറയുന്നത് ബിയും മ്യൂ നോട്ട് എച്ചും ഒരേ രീതിയിൽ തന്നെയാണോ ബിഹേവ് ചെയ്യുന്നത്? ഇപ്പോൾ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് എന്നെഴുതിയാൽ ഇത് രണ്ടും ആംബിയേഴ്സ് ലോൻ്റെ സെയിം ഫോമാണ്. രണ്ടും ആംബിയേഴ്സ് ലോ തന്നെയാണ്. ആംബിയേഴ്സ് ലോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. രണ്ട് രൂപത്തിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ബൈ മ്യൂ നോട്ടും എച്ചും അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് മ്യൂ നോട്ട് എച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് എച്ച് എന്നല്ല, ബിയും മ്യൂ നോട്ട് എച്ചും ഒരേ രീതിയിലാണോ, അതായത് ബിയും മ്യൂ നോട്ട് എച്ചും പാരലലാണോ, ഒരേപോലെയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരേ ബിഹേവിയർ. ഇപ്പം നിങ്ങൾക്കറിയാം ഡൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതേ രൂപത്തിൽ ഡൽ ഡോട്ട് എച്ച് 0 ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ ആംബിയേഴ്സ് ലോ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്ന പുതിയ ഓക്സിലറി ഫീൽഡ് ഡിഫൈൻ ചെയ്തുവെങ്കിലും എച്ചിൻ്റെ ഡൈവർജൻസിനെ കുറിച്ച് നമ്മളൊന്നും സംസാരിച്ചില്ല. ഒരു വെക്റ്റർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവർജൻസും കേളും കൃത്യമായി സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ബി എന്ന് പറയുന്നതിൻ്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. കേൾ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് എച്ച് ആണ്. കൃത്യമായിട്ട് മ്യൂ നോട്ട് ജെ ആണ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രൂപത്തിൽ എച്ചിനെ സംസാരിക്കുമ്പോൾ ഡെൽ ഡോട്ട് എച്ച് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഡെൽ ക്രോസ് എച്ച് ആണെങ്കിൽ ജെ എഫ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആംബിയേഴ്സ് ലോ വെച്ചിട്ട് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് എന്ന് എഴുതാം. ഡെൽ ക്രോസ് ബി ബൈ മ്യൂ നോട്ട് എന്ന് പറയുന്നത് വെക്റ്റർ ജെ ആണ്. രണ്ടും സെയിം ഫോമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഡെൽ ഡോട്ട് എച്ചും അതേ രൂപത്തിൽ നമുക്ക് 0 ഈസ് ഇറ്റ് 0 എന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഈസ് ഇറ്റ് 0 അല്ലെങ്കിൽ മ്യൂ നോട്ട് എച്ചും വെദർ മ്യൂ നോട്ട് എച്ച് ആൻഡ് ബി ആർ പാരലൽ. ഇതാണ് ചോദ്യം. എപ്പോഴും പാരലലാണോ? ആൻസർ എന്ന് പറയുന്നത് നോ എന്നുള്ളതാണ് ആൻസർ. എന്താണ് ബിയും എച്ചും തമ്മിലുള്ള വ്യത്യാസം? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ രണ്ട് ഫീൽഡുകളാണ് നമ്മളുടെ എച്ച് ഫീൽഡും ബി ഫീൽഡും. രണ്ടും ഒരേ രൂപത്തിലല്ല ബിഹേവ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും ഗ്രേഡിയൻറ്റും ഡൈവർജൻസും ഒരേ രൂപത്തിലല്ല ബിഹേവ് ചെയ്യുന്നത്. ഇതിൻ്റെ കേളും ഡൈവർജൻസും ഒരേ രൂപത്തിലല്ല ബിഹേവ് ചെയ്യുന്നത്. ഇവിടെ ഡെൽ ക്രോസ് എച്ച് ജെ എഫ് എന്ന് എഴുതി. അപ്പോൾ ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മ്യൂനോട്ട് ജെ എന്ന് നമ്മൾ എഴുതിയെങ്കിൽ നമുക്ക് എച്ചും ബിയും ഒരേ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ബിയും എച്ചും ഒരേപോലെ അല്ല എന്നാണ് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്. നമ്മളുടെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹെഡിങ് ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എ ഡിസിപ്റ്റീവ് പാരലൽ. നമ്മൾ ബിയും എച്ചിൻ്റെയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബിയും എച്ചും ഒരേ രൂപത്തിലല്ല, പാരലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമെങ്കിലും പാരലല്ല എന്ന് സ്ഥാപിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്താണ് ഇവിടെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എച്ച് എന്ന് പറയുന്നത് ബി ബൈ മ്യൂനോട്ട് മൈനസ് എം ആണ്. ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് ജെ എഫ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മളുടെ ചോദ്യം, വാട്ട് ഈസ് ഡെൽ ഡോട്ട് എച്ച്? അപ്പോൾ ഡെൽ ഡോട്ട് എച്ച് എന്ത് വരും? ഡെൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് വെക്റ്റർ ബി ബൈ മ്യൂനോട്ട് മൈനസ് വെക്റ്റർ എം ഇസ് ഈക്വൽ ടു 1 ബൈ മ്യൂനോട്ട് ഇൻറ്റു ഡെൽ ഡോട്ട് ബി minus del dot m is equal to minus del dot vector m. This is 0, always 0. So you can write it as del dot h is equal to minus del dot m. അതായത് del dot h not equal to 0 ആണ്. And it will be 0 only when del dot m is equal to 0. അതായത് മാഗ്നറ്റൈസേഷൻ ഡൈവർജൻസ്ലെസ് ആണെങ്കിൽ മാത്രമാണ് ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് ഒരു ഡൈവർജൻസ്ലെസ് ഫീൽഡ് ആവുന്നത്. അപ്പോൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ചും ബിയും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എച്ച് ഇവിടെ എല്ലാ കേസിലും 0 ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാ കേസിലും ഡെൽ ഡോട്ട് ബി 0 ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു എക്സ്പ്രഷൻ എടുക്കാം. സോ എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂനോട്ട് മൈനസ് എം എടുത്തു വിചാരിക്കുക. സോ ഇഫ് del dot m is equal to 0, then del dot h is equal to 0, just like del dot b is equal to 0. So b യും വെക്റ്റർ b യും മ്യൂനോട്ട് h ഉം എന്ന് പറയുന്നത് പാരലൽ ആവും. എപ്പോൾ? പാരലൽ when del dot b del dot m is equal to 0. ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡൈവർജൻസ്ലെസ് ഫീൽഡ് ആണെങ്കിൽ, ഡൈവർജൻസ്ലെസ് ആണെങ്കിൽ നമുക്ക് ബിയും മ്യൂനോട്ട് എച്ചും ആർ പാരലൽ only when del dot m is equal to 0. അപ്പോൾ നമ്മുടെ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് 0 വരാം. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് എന്ന് എഴുതാം. നമുക്ക് ബി എന്ന് പറയുന്നത് എച്ചും അല്ലെങ്കിൽ എന്താ പറയുക ബിയും മ്യൂനോട്ട് എച്ചും പാരലാവും. എല്ലാ കേസിലും നിങ്ങൾക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽ ഡോട്ട് എം എവിടെയൊക്കെ ആവും 0 ആവുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ഒരു
കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. കൺസിഡർ എ റീജിയൻ in which it contains no free currents. നമ്മൾ ഇങ്ങനെ റീജിയൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. മാഗ്നറ്റൈസ്ഡ് റീജിയൻ ആണ്. ഈ റീജിയനിലെ ഫ്രീ കറൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലൈൻ ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം എന്താ വെച്ചാൽ ലൈൻ ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ എഫ് എൻക്ലോസർ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ ലൈൻ ഇൻറ്റഗ്രലിനെ സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചാൽ സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എച്ച് dot dA is equal to 0 എന്ന് എഴുതാം. Then del cross H is equal to 0. അപ്പോൾ ഇത് നമുക്കറിയാം, ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജെ എഫ് 0 ആണെങ്കിൽ ഡെൽ ക്രോസ് എച്ച് 0 ആണ്. ഇങ്ങനെയും നമുക്ക് എഴുതാം. നമ്മളിത് ഒന്ന് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതിയിട്ട് അതിൽ നിന്ന് ഡിഫറൻഷ്യൽ ഫോം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു റീജിയനിലെ current carrying free current ഇല്ലെങ്കിൽ, if the region does not contain any free currents, you cannot say that if region do not contain any free currents, you cannot say that H is 0. H 0 ആണെന്ന് പറയാൻ പറ്റില്ല. മാഗ്നറ്റിക് ഫീൽഡ് അവിടെ 0 ആണെന്ന് പറയാൻ പറ്റില്ല. H is equal to 0. നിങ്ങൾ ഇവിടെ വേഗമായിട്ട് ഈ H 0 ആണ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ലൈൻ ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ 0 ആണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താ, ലൈൻ ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ 0 ആണെങ്കിൽ then del cross H is equal to 0. So if you are considering a magnetized region, if you are considering, ഞാൻ ഒരു വട്ടം കൂടി എഴുതാൻ ശ്രമിക്കുന്നു, if you are considering a magnetized region in which the region contains no free charges, free currents, then you can say that del cross H is equal to 0. Magnetic field H has no curl, and in such cases what is del dot D? Del dot H. Del dot H എത്ര വരും? Del dot B by mu naught minus M. So minus del dot M എന്ന് നമുക്ക് generally represent ചെയ്യാം. But if del dot M is equal to 0, then it will lead to del dot H is equal to 0. അപ്പോൾ ഈ del dot M എവിടേക്കാണ് 0 ആവുക? del dot M 0 ആവുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു റീജിയൻ which has got plain cylindrical solenoidal or toroidal symmetry.
ഒരു സിമെട്രി എക്സിസ്റ്റ് ചെയ്യണം. എന്തിൻ്റെ സിമെട്രി? മാഗ്നറ്റിക് ഫീൽഡിന് ഒരു സർട്ടൻ സിമെട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം റീജിയന് പ്ലെയിൻ സിമെട്രിയോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സിമെട്രിയോ സോളിനോയിഡ് സിമെട്രിയോ ടൊറോയിഡൽ സിമെട്രിയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ ഡൽ ഡോട്ട് എം ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ യു ക്യാൻ സേ ദാറ്റ് ഡൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഡൽ ഡോട്ട് എം 0 ആവലാണ് ഡൽ ഡോട്ട് എച്ച് 0 ആവാനുള്ള കണ്ടീഷൻ. ഡൽ ക്രോസ് എച്ച് 0 ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രീ കറൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫ്രീ കറൻസ് അപ്പോൾ ഡൽ ഡോട്ട് എച്ച്, പക്ഷേ ഡൽ ഡോട്ട് ബി എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലും 0 ആയിരിക്കും, ഓൾവേസ് 0. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ബിയും മാഗ്നറ്റിക് ഫീൽഡ് എച്ചും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഡൽ ഡോട്ട് എച്ച് 0 ആവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷെ ഡൽ ഡോട്ട് ബി ഏത് സിറ്റുവേഷനിലും 0 ആണ്. ഡൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ അവിടെ ഫ്രീ കറൻസ് ഇല്ലാതിരിക്കണം. ഓക്കെ, അപ്പോൾ ഫ്രീ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ റീജിയൻ കണ്ടെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മളുടെ ഒരു റീജിയൻ, ഒരു മാഗ്നറ്റൈസ്ഡ് റീജിയൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ റീജിയനിൽ ഫ്രീ കറണ്ട് 0 ആണെങ്കിൽ നിങ്ങൾക്ക് എച്ച് 0 ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എച്ച് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. മാഗ്നറ്റൈസ്ഡ് റീജിയൻ എന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് വെച്ചു, ഒരു സിലിണ്ടറിക്കൽ മാഗ്നറ്റ് വെച്ചു. സിലിണ്ടറിക്കൽ മാഗ്നറ്റ് വെച്ചാൽ ആ സിലിണ്ടറിക്കൽ സിമെട്രി ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സിലിണ്ടറിക്കൽ സിമെട്രി ഉണ്ടാകുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എച്ച് നോട്ട് ഈക്വൽ ടു 0 ആണ്, ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് ഉണ്ടാക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്രീ കറൻസ് 0 ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ കറൻസ് 0 ആണെങ്കിൽ ഡൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഡൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സിമെട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സിമെട്രി പ്ലാനാർ, സിലിണ്ടറിക്കൽ, അത്തരം സിമെട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൽ ഡോട്ട് എം ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ഡൽ ഡോട്ട് എച്ച് 0 ആയിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ഫീൽഡും ബി ഫീൽഡും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, next we are going to discuss the magnetostatic boundary conditions. Magnetostatic boundary conditions for H field എങ്ങനെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ബി ഫീൽഡിൻ്റെ മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ബി പെർപെൻഡിക്കുലർ എബവ്, ഇപ്പോൾ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്തു. ആ സർഫസിൻ്റെ സർഫസ് കറണ്ട് ഡെൻസിറ്റി വെക്ടർ കെ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇത് ഒരു റീജിയൻ്റെ താഴെയുള്ള ഭാഗം, ഇത് റീജിയൻ്റെ മുകളിലുള്ള ഒരു സർഫസിൻ്റെ മുകളിലുള്ള ഭാഗം. ഒരു റീജിയൻ ക്രോസ് ചെയ്യുമ്പോൾ ഹാവിങ് കറണ്ട് ഡെൻസിറ്റി വെക്ടർ കെ, ബി പെർപെൻഡിക്കുലർ എബവ് മൈനസ് ബി പെർപെൻഡിക്കുലർ ബിലോ ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബി പാരലൽ എബവ് മൈനസ് ബി പാരലൽ ബിലോ ഈസ് ഈക്വൽ ടു mu naught ഇൻറ്റു വെക്ടർ കെ ക്രോസ് എൻ ക്യാപ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ഈ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 0 ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് എച്ച് ഫീൽഡിൽ എഴുതുമ്പോൾ ബി ബൈ എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ നോട്ട് മൈനസ് എം എന്ന് എഴുതാം. സോ ബി ബൈ മ്യൂ നോട്ട് എന്ന് പറയുന്നത്
എച്ച് പ്ലസ് എം എന്ന് എഴുതാം. സോ വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു വെക്റ്റർ എച്ച് പ്ലസ് വെക്റ്റർ എം എന്ന് എഴുതാം. അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സർഫസ് ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു മൈനസ് സർഫസ് ഇൻറ്റഗ്രൽ എം ഡോട്ട് ഡി എ. ഒരു മ്യൂ നോട്ട് ഉണ്ടാവും കിട്ടിയപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ കമ്പൈൻ ഇതിനെ ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ആ സർഫസിൽ ഒരു പിൽ ബോക്സ് നിങ്ങൾ, അതായത് മുകളിലും താഴെയും ഒരു എൻക്ലോസ് ചെയ്യപ്പെടുന്ന ഒരു സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഇങ്ങനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു സർഫസ് മുകളിലേക്കും താഴത്തേക്കും ഈക്വലി എൻക്ലോസ് ചെയ്യുന്ന ഒരു ബോക്സ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഈ ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എച്ച് പെർപെൻഡിക്കുലർ എബവ് മൈനസ് എച്ച് പെർപെൻഡിക്കുലർ ബിലോ ഈസ് നോട്ട് ഈക്വൽ ടു 0, which is equal to minus of m perpendicular above minus m perpendicular below. അപ്പോൾ എച്ച് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് മാഗ്നറ്റൈസേഷൻ്റെ ബൗണ്ടറി കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ ബി പാരലൽ above minus b parallel below is equal to mu naught into vector k cross n എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയത് ലൈൻ ഇൻറ്റഗ്രൽ ആംബിയേഴ്സ് ലോയിൽ നിന്നാണ്. ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിന് മുകളിലും താഴെയും ഈക്വലി കണക്ട് ചെയ്യാവുന്ന ഒരു ലൈൻ ഇൻറ്റഗ്രൽ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ബി പാരലൽ എബോവ് മൈനസ് ബി പാരലൽ ബിലോ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് തന്നേക്കണം സർഫസിലെ ഫ്രീ സർഫസ് കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ കെ എഫ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് എച്ച് ഫീൽഡിൽ എഴുതുമ്പോൾ ലൈൻ ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ എഫ് എൻക്ലോസ്ഡ് എന്നാണ് നമ്മൾ എഴുതുക. അത് നമുക്ക് ഈ ലൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് പാരലൽ ബിലോ H parallel above minus H parallel below is equal to vector kf cross n cap. ഈ രൂപത്തിൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ എച്ച് ഫീൽഡിൻ്റെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ, പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിൻ്റെയും സർഫസിനുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻറ്റിൻ്റെയും പാരലൽ കമ്പോണൻറ്റിൻ്റെയും എച്ച് ഫീൽഡിലുള്ള മാഗ്നറ്റോസ്റ്റാറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പലപ്പോഴും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്ററിൽ ഈ ബൗണ്ടറി കണ്ടീഷൻ, എച്ച് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ പലപ്പോഴും വളരെ ഒരു യൂസ്ഫുൾ ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് the concept of linear and non-linear media. Linear and non-linear magnetic media. നമുക്കിത് പറയുന്നതിന് മുമ്പ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ലീനിയർ മീഡിയ എന്ന് പറഞ്ഞ് പഠിച്ചത് എന്താണെന്ന് ഓർത്ത് വയ്ക്കും. ലീനിയർ മീഡിയ എന്ന് പറഞ്ഞാൽ ലീനിയർ ഡയലക്ട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ പോളറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ പോളറൈസേഷനെ വെക്റ്റർ പി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇഫ് ദ അപ്ലൈഡ് ഫീൽഡ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ then the polarization is proportional to the applied electric field. So P is equal to epsilon naught
Polarization is proportional to the electric field, and P can be written as epsilon naught chi E എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി 1 + chi എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ പോളറൈസേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് 3 കേസുകളാണുള്ളത്. പാരാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റ്സ്, ഇവിടെ പാരാമാഗ്നറ്റ്സ് ഉണ്ട്, ഡയാമാഗ്നറ്റ്സ് ഉണ്ട്, പിന്നെ ഫെറോ മാഗ്നറ്റ്സ് ഉണ്ട്. പാരാമാഗ്നറ്റിസത്തിനും ഡയാമാഗ്നറ്റിസവും, ഇപ്പോൾ പാരാമാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈഡ് ഫീൽഡിന് പാരലായിട്ട് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്നു, ഇതാണ് പാരാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ 2 കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇങ്ങനെ ബിഹേവിയർ ആണ് കാണിക്കുന്നതെങ്കിൽ ഫീൽഡിന് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഫീൽഡിന് പ്രൊപ്പോർഷണലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല, ഇഫ് യു റിമൂവ് the applied field in paramagnets and diamagnets, magnetization disappears. നിങ്ങൾക്കറിയാതെ, അതായത് നിങ്ങളൊരു ഫീൽഡ് കൊടുത്തു, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഫീൽഡ് കൊടുത്താൽ അത് മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ഫീൽഡ് റിമൂവ് ചെയ്താൽ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ലോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഫെറോ മാഗ്നറ്റിസത്തിൽ അതല്ല വ്യത്യാസം. ഒരു ലീനിയർ ബിഹേവിയർ ഒന്നല്ല അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം പാരാമാഗ്നറ്റിസത്തെയും ഡയാമാഗ്നറ്റിസത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ജനറലി നമുക്ക് പറയാം മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ പിക്ക് പകരം നമ്മൾ സാധാരണ ഇവിടെ പോളറൈസേഷന് പകരം മാഗ്നറ്റൈസേഷൻ നമ്മൾ എഴുതും. ഇലക്ട്രിക് ഫീൽഡിന് പകരം നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ബിയും എഴുതും. ഇതാണ് നമ്മളുടെ സാധാരണ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എം പ്രപ്പോർഷണൽ ടു വെക്റ്റർ ബി എന്ന് എഴുതുക. എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ടിന് പകരം നമ്മൾ മാഗ്നറ്റിസത്തിന് 1/μ0 എന്നാണ് എഴുതാറ്. പിന്നെ കൈക്ക് പകരം നമ്മൾ ഒരു മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കയ്യം എന്ന് ഉപയോഗിക്കാൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. എന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കയ്യം എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ദിസ് equation is wrong. You cannot write equation in this manner. കാരണം ഇവിടെ ബി അല്ല നമ്മൾ സാധാരണ ഒരു ലീനിയർ മീഡിയത്തിൽ, ഒരു ലീനിയർ മാഗ്നറ്റ് മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ല നമ്മൾ ഉപയോഗിക്കുക. അതിന് പകരം എം പ്രപ്പോർഷണൽ ടു ബിക്കല്ല പ്രപ്പോർഷണൽ ആയിട്ട് നമ്മൾ എഴുതുക. എം പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫീൽഡ് എച്ച് ഫീൽഡിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇതാണ് ലീനിയർ മീഡിയത്തിൻ്റെ എക്സ്പ്രഷൻ. സോ എം പ്രപ്പോർഷണൽ ടു എച്ച് ആൻഡ് പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻ്റ് ആണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കയ്യം എന്ന് പറയുന്നത്, കയ്യം എച്ച്. So Chi-m is called magnetic susceptibility. So electrostatics നേരിട്ട് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഉപയോഗിച്ചപ്പോൾ ബി ഉപയോഗിക്കാതെ എച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ എഴുതുകയാണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് satisfy
The above equation are called linear magnetic materials, linear media or linear magnetic materials, linear media എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലീനിയർ മീഡിയ ആണ്. കയ്യം എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും. കയ്യം ഈസ് കോൾഡ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. It is a dimensionless quantity. It is a dimensionless quantity. എത്രത്തോളം മാഗ്നറ്റൈസേഷൻ നടക്കാൻ മെറ്റീരിയൽ സസെപ്റ്റബിൾ ആണ് എന്നുള്ളതാണ്. സസെപ്റ്റബിൾ എത്രത്തോളം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഡയാമാഗ്നറ്റ്സിന് കയ്യം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് ആൻറ്റി പാരലായിട്ടാണ് വരും. പരാമാഗ്നറ്റ്സിന് എക്സാമ്പിൾ പറയാൻ ഡയാമാഗ്നറ്റ്സിന് എക്സാമ്പിൾ വാട്ടർ അല്ലെങ്കിൽ കോപ്പറൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. മാഗ്നറ്റ്സിന് കയ്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ അലുമിനിയം, ഓക്സിജൻ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെയൊക്കെ ഓർഡർ എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ, ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ചില സബ്സ്റ്റൻസുകളുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻⁵. ഡയാമാഗ്നറ്റ്സിനും പരാമാഗ്നറ്റ്സിനും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അറൗണ്ട് 10⁻⁻⁵ ആയിരിക്കും. ഇതാണ് ഒരു മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി കൺക്ലൂഡ് ചെയ്യാം. കയ്യം ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു കയ്യം എച്ച്. സോ എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ നോട്ട് മൈനസ് എം എന്ന് എഴുതാം. സോ ബി ബൈ മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു വെക്റ്റർ എച്ച് പ്ലസ് എം. സോ വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻറ്റു h plus m. So mu naught into vector h plus chi m h. So mu naught into 1 plus chi m into h. And this 1 plus chi m is called mu r. It is called relative permeability. And mu naught is called, also already you know, it is called permeability of free space. So ഈ മെറ്റീരിയൽ മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ നോട്ട് ഇൻറ്റു മ്യൂ ആർ എന്ന് എഴുതും, അല്ലെങ്കിൽ മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ നോട്ട് എന്ന് എഴുതും. മ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയാണ്. Permeability of the medium. Permeability of the medium. And this is the permeability of free space. So mu r is called the relative permittivity. It is the ratio of permeability of medium to the permeability of the free space. So vector B can be written as mu naught into mu r into h, or simply you can write it as mu into vector h. അപ്പോൾ ഒരു ലീനിയർ മീഡിയയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഒരു ലീനിയർ മീഡിയയിൽ നിങ്ങൾക്ക് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വെക്റ്റർ എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കണ്ടപ്പോൾ ഈ ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വയ്ക്കാം, ഈസ്
വെക്റ്റർ ബി ആൻഡ് മ്യൂ എച്ച് പാരലൽ എന്ന് ചോദിക്കാം. ഓൾസോ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഡൽ ഡോട്ട് എച്ച് 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഓൾവേസ് ഡൽ ഡോട്ട് എച്ച് 0 ആണോ എന്നുള്ളത് നമുക്ക് ഒരു സംശയം വരാം. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റീജിയൻ എടുക്കുകയാണ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുക്കുകയാണ്. പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എം ഇങ്ങനെയാണ്. ഇവിടെ മാഗ്നറ്റൈസേഷൻ 0 ആണെന്ന് വിചാരിക്കും. മെറ്റീരിയൽ ഒരു ഫ്രീ സ്പേസ് ആണ്. ഇത് മീഡിയമാണ്. ഇതാണ് ബൗണ്ടറി. ആണല്ലോ. ഇവിടെ നമുക്ക് എം എന്ന് പറയുന്നത് കൈ-എം എച്ച് എഴുതാം മെറ്റീരിയലിന്. അപ്പോൾ എം എന്ന് പറയുന്നത് എച്ചിന് പ്രപ്പോർഷനിലാണ്. മാത്രമല്ല ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് എഴുതാം. അപ്പോൾ ബിയും എച്ചും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ബൗണ്ടറിയിൽ ഇവിടുത്തെ മ്യൂ ആർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ മ്യൂ ആർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണ്, ഡിഫറെൻ്റ് ആണ്. അതായത് അറ്റ് ദ ബൗണ്ടറി mu permeability is different on two sides. ശരിയാണല്ലോ? അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ നോട്ട് മൈനസ് എം ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എം വരും. അപ്പോൾ നിങ്ങളിവിടെ ഒരു ആംബേരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗോസിയൻ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ ബോക്സിൽ രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ ബോക്സിൽ നിങ്ങൾക്ക് സർഫസ് ഇൻ്റഗ്രൽ എം ഡോട്ട് ഡി എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾക്ക് കിട്ടും. ബൗണ്ടറി കൺസിഡർ ചെയ്യുന്ന ഈ രണ്ട് റീജിയനിലും ഇവിടുത്തെ മ്യൂവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റൈസേഷൻ എം ഇസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ മാഗ്നറ്റൈസേഷൻ എം നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇഫ് യു ടേക്ക് എ ബോക്സ് which extends equally on both sides of the region, both sides, that means which encloses the boundary, then surface integral m dot dA is equal to 0. Then you can see that കാരണം ഇവിടെ m 0 ആണ്, m not equal to 0 ആണ്, ഇവിടെ m 0 ആണ്. സോ del dot m not equal to 0 വരും. സോ del dot h എന്ന് പറയുന്നത് not equal to 0 വരും. അപ്പോൾ ഈ റീജിയനിലും ഡെൽ ഡോട്ട് ബി 0 ആണ്, ഈ റീജിയനിലും ഡെൽ ഡോട്ട് ബി 0 ആണ്. പക്ഷേ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ റീജിയനിൽ എത്തുമ്പോൾ ബൗണ്ടറിയിൽ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റും വരും. കാരണം ഔട്ട്സൈഡ് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇൻഫൈനൈറ്റ് നിങ്ങളുടെ മാഗ്നറ്റിക്
ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി ഔട്ട്സൈഡ് മാഗ്നറ്റൈസേഷൻ ഇല്ലാതെയാകുമ്പോൾ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെൽ ഡോട്ട് എം ഇൻഫൈനൈറ്റ് വരും. അപ്പോൾ ഡെൽ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് 0 നോട്ട് ഈക്വൽ ടു 0 വരും. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ ഒരു മെറ്റീരിയലിലെ മ്യൂവും അല്ല ബിയും എച്ചും പാരലാണ്, ബിയും മ്യൂ എച്ചും പാരലാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ വി നോ ജെ ബി ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം, ഡെൽ ക്രോസ് കൈ എം എച്ച് എന്ന് കൊടുക്കാം ലീനിയർ മീഡിയത്തിൽ. Because m is equal to chi m into h. So chi m into del cross h എന്ന് റെപ്രസെന്റ് ചെയ്യാം. del cross h എന്ന് പറഞ്ഞാൽ chi m into jf. So jb is equal to chi m into jf എന്ന് ഒരു ലീനിയർ മീഡിയത്തിൽ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇഫ് നമ്മളൊരു റീജിയൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു, മാഗ്നറ്റൈസ്ഡ് റീജിയൻ. ഇവിടുത്തെ ഫ്രീ കറൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിച്ചു. ജെ എഫ് 0 ആണെന്ന് വിചാരിച്ചു. ജെ എഫ് 0 ആണെങ്കിൽ ജെ ബി 0 ആണ്. ഇതൊരു ലീനിയർ മീഡിയം ആണെങ്കിൽ വൈ ഈ റിലേഷൻ പ്രകാരം ജെ ബി സിക്കൽ കൈ എം ഇൻറ്റു ജെ എഫ്. ഇപ്പോൾ ജെ ബി 0 ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൗണ്ട് ചാർജസ്, ബൗണ്ട് കറൻസ് ഫ്ലോ ഓൺലി ഓൺ ദ സർഫസ്. സോ നിങ്ങളൊരു ലീനിയർ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ആ ലീനിയർ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിലെ ഫ്രീ കറൻസ് 0 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റൈസേഷൻ കൊണ്ടുണ്ടാവുന്ന ബൗണ്ട് കറൻസ് എപ്പോഴും ആ മെറ്റീരിയലിൻ്റെ സർഫസിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇത്രയാണ് നമ്മൾ ലീനിയർ മീഡിയ എന്താണെന്നും നോൺ ലീനിയർ മീഡിയ എന്താണെന്നും എന്താണ് സസെപ്റ്റിബിലിറ്റി എന്നും എന്താണ് പെർമിയബിലിറ്റി എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് വരും. സോ താങ്ക് യു.